വ്രതാനുഷ്ഠാനത്തിന്റെ അകപ്പൊരുൾ അറിയാം. ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിലേക്ക് ജാലകം തുറക്കാം. പീസ് റേഡിയോ റമദാൻ ഫാമിലി ലൈവ് ടെലിക്വിസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പീസ് റേഡിയോ റമദാൻ ലൈവ് ഫാമിലി ടെലിക്വിസിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് റമദാൻ 20. പീസ് റേഡിയോ റമദാൻ ലൈവ് ഫാമിലി ടെലിക്വിസ് പുതിയൊരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. ഈ പുതിയ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ഞാൻ ഇവിടെ ഡെസ്കിൽ നിന്ന് മുഹമ്മദ് നുസ്ഹാൻ, എന്നോടൊപ്പം മുഹ്സിൻ പരവക്കലുണ്ട്. അതോടൊപ്പം ഈ ഒരു പീസ് റേഡിയോ ലൈവ് ഫാമിലി ലൈവ് ടെലിക്വിസിൽ ഒരു പുതിയ അതിഥി കൂടി ഈ ഒരു എപ്പിസോഡിൽ നമ്മോടൊപ്പം ചേരുന്നു, ബുസൈം VP. ബുസൈം, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണ്, നല്ലപോലെ പോണു. ഓക്കെ, ബുസൈമിനൊന്ന് പരിചയപ്പെടുത്തേണ്ടതുണ്ട്. എൻ്റെ പേര് ബുസൈം VP. ഞാൻ വളാഞ്ചേരി പൂക്കാട്ടിരിയിൽ നിന്ന് വരുന്നത്. പിന്നെ 8ാം ക്ലാസ് ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന സ്കൂൾ ഓഫ് ഖുറാൻ റെസിഡൻഷ്യൽ ക്യാമ്പസിൽ. മാഷാ അല്ലാ, ബുസൈമിനെ എല്ലാവരും പരിചയപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത്. ഇന്നത്തെ വിഷയങ്ങൾ വിഷയം അറിയാവുന്നത് പോലെ സുന്നത്ത് നമസ്കാരങ്ങൾ എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. മുഹ്സിൻ, എന്താണ് സുന്നത്ത് നമസ്കാരങ്ങൾ എന്നതാണ് നമ്മുടെ വിഷയം. നിസാം പറഞ്ഞതുപോലെ തന്നെ ഫർള് നമസ്കാരങ്ങൾ, അതിലെ വീഴ്ചകൾ, കുറവുകൾ പരിഹരിക്കാനുള്ള ഒരു കാര്യമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം നമ്മൾ സുന്നത്ത് നമസ്കാരം പഠിപ്പിക്കുന്നത്. വളരെ പ്രസക്തമായ, നമ്മൾ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സുന്നത്ത് നമസ്കാരങ്ങൾ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ധാരാളം കോളുകൾ ഇന്ന് വരുന്നതാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയം കൂടിയാണ്. അതെ. മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഒന്നാമത്തെ കോളർ വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഒന്നാമത്തെ കോളറിലേക്ക് നമുക്ക് പോകാം അല്ലേ? അതെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പീസ് റേഡിയോ റമദാൻ ലൈവ് ഫാമിലി ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഷിഫ. എവിടെ നിന്നാണ് വിളിക്കുന്നത് ഷിഫ? തവനൂരിൽ നിന്ന്, മലപ്പുറം ജില്ലയിലെ തവനൂരിൽ നിന്നാണ് ഷിഫ വിളിക്കുന്നത് അല്ലേ? ഏത് ക്ലാസ്സിലാണ് ഷിഫ പഠിക്കുന്നത്? 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലേ? ഓക്കെ, ഏത് സ്കൂളിലാണ്? ഓക്കെ, GUP സ്കൂൾ തവനൂരിലാണ് ഷിഫ പഠിക്കുന്നത്. ഓക്കെ, ഇന്നത്തെ വിഷയം ഏത് വിഷയത്തെ കുറിച്ചാണെന്ന് അറിയോ? ഇന്നത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്ന വിഷയം ഏതാണെന്ന് അറിയോ? സുന്നത്ത് നമസ്കാരങ്ങൾ എന്നുള്ള വിഷയത്തിലാണ്. മാഷാ അല്ലാ. ഷിഫയുടെ കൂടെ ആരൊക്കെയാ ഉള്ളത്? ഫാമിലി ലൈവ് ടെലിക്വിസ് ആണല്ലോ. ഉമ്മണ്ട്, ഉപ്പുണ്ട്, മാമിണ്ട്, മാമനുണ്ട്. മാഷാ അല്ലാ. വലിയൊരു ഫാമിലിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പം ഒരു പുതിയ അതിഥി കൂടിയുണ്ട്, ബുസൈം. ഓക്കെ, അപ്പോ ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്നത് ബുസൈം ആയിരിക്കും. ബുസൈം, ഒന്നാമത്തെ ചോദ്യം ചോദിക്കാം നമുക്ക് അല്ലേ? ഓക്കെ. പീസ് റേഡിയോന്റെ ഫാമിലി ലൈവ് ടെലിക്വിസ് കാണാറുണ്ടോ? ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഫർള് നമസ്കാരത്തോടൊപ്പം ചേർത്ത് പറഞ്ഞ സുന്നത്ത് നമസ്കാരങ്ങൾ എത്ര റക്അത്താണ്? 12 എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. മാഷാ അല്ലാ, ഉത്തരം ശരിയാണ്. മാഷാ അല്ലാ. അപ്പൊ പെട്ടെന്ന് ഉത്തരം പറഞ്ഞു തോന്നുന്നു അല്ലേ? മോളൊറ്റക്കല്ലേ പറഞ്ഞു? ആരോടും ചോദിക്കേണ്ട ആവശ്യം വന്നിട്ടില്ലല്ലോ. ആരാ ഉത്തരം പറഞ്ഞു തന്നേ? ബറക്കല്ലാഹു ഫീക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം ചോദിക്കാമോ? രണ്ടാമത്തെ ചോദ്യം ഞാൻ ചോദിക്കാം. രണ്ടാമത്തെ ചോദ്യം ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കണേ. ഹലോ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ചോദിക്കാണ്, ശ്രദ്ധിച്ച് കേൾക്കണേ. ഓക്കെ, ആഴ്ചയിൽ ഒരു ദിവസം പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നവർ 4 റക്അത്തിന് പകരം 2 റക്അത്ത് നമസ്കരിക്കുന്നു. ഈ 2 റക്അത്ത് സുന്നത്താണ്. ഏതാണ് ഈ നമസ്കാരം? ചോദ്യം വ്യക്തമാണോ? ഓക്കെ, എന്ന് ഉത്തരം പറഞ്ഞോളൂ. ടൈമർ ഓൺ ആയിട്ടുണ്ട്. ഇത്രയും പെട്ടെന്ന് ഉത്തരം പറഞ്ഞു. ഉത്തരം ജുമുഅ നമസ്കാരം എന്നാണ് ഉത്തരം പറഞ്ഞത്.
ഓക്കെ, മാഷാ അല്ലാ, ഉത്തരം ശരിയാണ്. ഫീക്കും. അപ്പോ 2 ചോദ്യങ്ങൾ ചോദിച്ചു, 2 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മൂന്നാമത്തെ ചോദ്യം ചോദിച്ചാൽ എന്ത് ലഭിക്കും? ആ മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ എന്ത് ലഭിക്കും? സമ്മാനം. സമ്മാനം ലഭിക്കും. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ചോദ്യം കേൾക്കാൻ റെഡിയാണോ? ആ ഓക്കെ, മൂന്നാമത്തെ ചോദ്യം നമുക്ക് ചോദിക്കാം അല്ലേ? അതെ അതെ. ഷിഫ, നമുക്ക് ഇതിനു മുൻപ് സമ്മാനം കിട്ടിയിട്ടുണ്ടോ പീസ് റേഡിയോന്ന്? ആ കിട്ടിയിട്ടുണ്ട്. മാഷാ അല്ലാ. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ചോദ്യം അതൊരു കടമ്പയാണ്. അത് കഴിഞ്ഞാൽ ഷിഫയുടെ ഫാമിലിക്ക് സമ്മാനം ഉറപ്പാണ്. ഓക്കെ, റെഡി? ചോദിക്കട്ടെ. സുബഹി നമസ്കാരത്തിന് മുൻപുള്ള സുന്നത്ത് നമസ്കാരത്തിൽ പാരായണം ചെയ്യാൻ 2 സൂറത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ 2 സൂറത്തുകൾ? കാഫിറൂൻ, ഇഖ്ലാസ്. സൂറത്തുൽ കാഫിറൂനും സൂറത്തുൽ ഇഖ്ലാസുമാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ഉത്തരം മാഷാ അല്ലാ. മാഷാ അല്ലാ, ഉത്തരം ശരിയാണ്. അപ്പോ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് പറഞ്ഞത്. എന്ത് ലഭിച്ചു? സമ്മാനം. സമ്മാനം ലഭിച്ചിരിക്കുക. തവനൂരിൽ നിന്ന് വിളിച്ച ഷിഫ സമ്മാനവുമായിട്ടാണ്. ഈ ഒരു ഫസ്റ്റ് കോളറാണ്, ഈ എപ്പിസോഡിലെ ഫസ്റ്റ് കോളറാണ്. ഫസ്റ്റ് സമ്മാനം തന്നെ എന്ത് ചെയ്തു? അതൊരു ഭാഗ്യമാണ് തോന്നുന്നുണ്ട് അല്ലേ? ഷിഫയുടെ ഫാമിലി. അവസാനത്തെ ചോദ്യത്തിന് ഷിഫ ഒറ്റക്കാട് ഉത്തരം പറഞ്ഞ ആരാ പറഞ്ഞേ? മാമനാണ്. മാമനെ പറഞ്ഞത്. ഓക്കെ, മാമയുടെ പേരൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. മിസ്ബാവുദ്ദീൻ അലൈക്കും. ഓക്കെ. മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ നൽകുന്ന സമ്മാനം ഉണ്ടാകും ഇൻഷാ അല്ലാ. വിളിച്ചതിന് ഒരുപാട് സന്തോഷം. ഇനിയും വിളിക്കുക, സമ്മാനങ്ങൾ നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സലാം. നേരത്തെ പറഞ്ഞ പോലെ ഒന്നാമത്തെ കോളർ അതെ. സമ്മാനവുമായിക്കൊണ്ട് പോയി. മാത്രമല്ല ഫാമിലിയാണ്. 3 ചോദ്യങ്ങൾക്കും സഹായിച്ചത് മാമനാണെന്നാണ് ഉത്തരം പറഞ്ഞത്. അപ്പോൾ ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഫാമിലി ലൈവ് ടെലികേസാണ്, കുട്ടികൾക്ക് മാത്രമുള്ളതല്ല. വിളിക്കുമ്പോൾ ഒരുമിച്ച് കുടുംബത്തോടൊപ്പം ഉത്തരം പറയാനുള്ള ഒരവസരമാണ് ഈ ഒരു പീസ് റേഡിയോ റമദാൻ ലൈവ് ഫാമിലി ടെലികേസിൽ നമുക്ക് ഒരുക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ അവസാനത്തൊരു ചോദ്യം, അതെ, സുബഹി നമസ്കാരത്തിന് മുമ്പുള്ള 2 സുന്നത്ത് നമസ്കാരം, 2 റക്അത്ത് സുന്നത്ത് നമസ്കാരങ്ങളിൽ സൂറത്തു കാഫിറൂനും ഇഖ്ലാസുമാണ് അല്ലേ പാരായണം ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ സമയം കളയാതെ അടുത്തൊരു കോളറിലേക്ക് പോകുന്നു അല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിക്വിസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹദിയ ഹന്നാൻ. എന്ത്? ഹദിയ ഹന്നാൻ. ഹദിയ. ഹദിയ മാഷാ ഹന്ന. അല്ലാ. മാഷാ അല്ലാ. എവിടെ നിന്നാണ് ഹദിയ വിളിക്കുന്നത്? തിരുവനന്തപുരം ജില്ലയില് മണക്കാട്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7th. സെവൻത്തിലാ. മാഷാ അല്ലാ. ഏത് സ്കൂളിലാണ്? ഫാർമൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഓക്കെ. ഓക്കെ. അപ്പൊ ഇന്നത്തെ ചോദ്യം ചോദിക്കുന്ന വിഷയം ഏതാണെന്നറിയോ? ഏതാണ്? നമസ്കാരം. അതെ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ തോന്നുന്നു. റെഡി? റെഡി. ഇൻഷാ അല്ലാ. ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. റവാത്തിബ് സുന്നത്ത് പതിവാക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം എന്ത്? ചോദ്യം ക്ലിയർ അല്ലേ? സ്വർഗത്തിൽ ഒരു വീട് എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. മുസൈം, ഉത്തരം ശരിയാണോ? മാഷാ അല്ലാ, കറക്റ്റ് ഉത്തരവാണ്. അതെ. മാഷാ അല്ലാ. അപ്പൊ ഒന്നാം ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന എന്ന ഹദീസാണ്. അതിൻ്റെ അർത്ഥം, ആശയം പെട്ടെന്ന് തന്നെ ഉത്തരം പറഞ്ഞു. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. റെഡിയാണല്ലോ? ഓക്കെ. ഞാനിവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കുക. അത് ആകാശ കവാടങ്ങൾ തുറക്കുന്ന സമയമാണ്. അതിലൂടെ സൽക്കർമ്മങ്ങൾ കയറിപ്പോകുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇത് ഏത് സമയത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്?
ചോദ്യം വ്യക്തമാണോ? ആ വ്യക്തമാണ്. ആ, നമ്മൾ ടൈമർ ഇവിടെ ഓൺ ആയിട്ടുണ്ട്. ആലോചിച്ച് പെട്ടെന്ന് ആലോചിച്ച് ഉത്തരം പറയാം. ചോദ്യം ക്ലിയർ അല്ലേ? മനസ്സിലായി? രാത്രിയുടെ clear ആണ്. ഓക്കെ ഓക്കെ. രാത്രിയുടെ അവസാനം എന്നാണ് ഉത്തരം പറയുന്നത്. സമയം കുറച്ച് സമയം കൂടി നമുക്ക് ബാക്കിയുണ്ട്. ആലോചിച്ച് ഉത്തരം പറയാം. ഉത്തരം ഉറപ്പിച്ചോളൂ. രാത്രിയുടെ 3/1. ഓക്കെ ഓക്കെ 3/1 കഴിഞ്ഞതിന് ശേഷം. ഓക്കെ. രാത്രിയുടെ 1/3 കഴിഞ്ഞതിന് ശേഷം എന്നുള്ള ആണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഓക്കെ, ഓക്കെ. ഉത്തരം ശരിയാണോ നമുക്ക് പരിശോധിക്കേണ്ടത് അല്ലേ മുഹ്സിൻ? ഓക്കെ, നമുക്ക് ഉത്തരം ശരിയാണോ എന്ന് നോക്കാം. ആകാശ കവാടങ്ങൾ തുറക്കുന്ന സമയമാണ്. അതിലൂടെ സൽക്കർമ്മങ്ങൾ കയറിപ്പോകുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ സമയം ഏതാണ് എന്നാണ് ചോദിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഒരു സമയം ളുഹർ നമസ്കാരത്തിന് മുൻപുള്ള 4 റക്അത്ത് നമസ്കാരത്തിൻ്റെ സമയത്തെക്കുറിച്ചാണ്. 4 റക്അത്ത് സുന്നത്ത് നമസ്കാരത്തിൻ്റെ സമയത്തെക്കുറിച്ചാണ് ആ ഒരു സമയമായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നിർഭാഗ്യവശാൽ ഉത്തരം തെറ്റിപ്പോയിരിക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ളുഹർ നമസ്കാരത്തിന് മുൻപുള്ള 4 റക്അത്തിന്റെ പ്രാധാന്യമാണ്, ശ്രേഷ്ഠതയാണ് അതിലൂടെ ഹദീസിലൂടെ പറയുന്നത്. ഓക്കെ ഇൻഷാ അല്ലാഹ്. ഓക്കെ ഇൻഷാ അല്ലാഹ്. ഏതായിരുന്നാലും വിളിച്ചതിന് വളരെയധികം നന്ദി. കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? നിങ്ങൾ മാത്രമേ ഉള്ളൂ? ഉമ്മായും അനിയത്തിയുണ്ട്. ആ ഓക്കെ ഓക്കെ ഇൻഷാ അല്ലാഹ്. ബാക്കിയുള്ള ദിനങ്ങളിലും നമ്മുടെ പീസ് റേഡിയോ ഫാമിലി ആയിട്ട് പങ്കെടുക്കണം കേട്ടോ ഇൻഷാ അല്ലാഹ്. ഓക്കെ. ഇതിനു മുമ്പ് സമ്മാനമായിട്ടുണ്ടാ? മുമ്പ് റമളാന് മുമ്പ് ആ നോർമൽ ടെലിവിഷൻ. ഓക്കെ ഓക്കെ. മാഷാ അല്ലാ. അപ്പോൾ ടെലിഗസിലേക്ക് വിളിക്കുന്ന ഒരു മത്സരാർത്ഥി കൂടിയാണ്. അപ്പം ഇതിൽ സന്തോഷമുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ കോൾ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓക്കെ, ഓക്കെ. രണ്ടാമത്തെ ഒരു കോളർ അവർ നമ്മുടെ വളരെ പ്രാധാന്യമുള്ള നമ്മൾ സുന്നത്തുൽ മുഅക്കദ എന്ന് പറയുന്ന 12 റക്അത്തിൽ ഒന്നാണ് യഥാർത്ഥത്തിൽ ളുഹറിൻ്റെ മുൻപുള്ള 4 റക്അത്ത്. എന്നാൽ പലരും അശ്രദ്ധരായി മാറുന്നതാണ് ആ സുന്നത്ത് നമസ്കാരം. ചില ആളുകൾ 2 റക്അത്താണ് വിചാരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഇതിലത് 4 റക്അത്താണ്. അതെ അതെ 4 റക്അത്താണ്. ആ 12 റക്അത്ത് ബനല്ലാഹു ബൈത്തൻ ഫിൽ ജന്ന എന്ന് പറഞ്ഞ ആ 12ൽ 4 നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യമാണ് പറഞ്ഞത്. അത് ശ്രോതാക്കൾ അത് തിരുത്തും, അതല്ലെങ്കിൽ ആ കാര്യം മനസ്സിലാക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. എന്തായാലും ഓരോ ടെലിക്യൂസ് കഴിയും തോറും പുതിയ അറിവുകളാണ് നമ്മുടെ ശ്രോതാക്കളിലേക്ക് ലഭിക്കുന്നത്. അപ്പോൾ അടുത്തൊരു കോളർ വന്നിട്ടുണ്ട്. നോക്കി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിഗസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആരാണ് വിളിക്കണത്? ഹസ്ന ജന്ന. അസ്ന എന്നാണോ? ഹസ്ന ജന്ന. ഓക്കെ അസ്ന ജന്ന. ഏത് ക്ലാസ്സിലാണ് പഠിക്കണത്? 4ാം ക്ലാസ്സിൽ. ഫോണ് മറ്റു ശബ്ദങ്ങളില്ലാതെ ഒന്ന് നോക്കാൻ പറ്റുമോ? മറ്റു ശബ്ദങ്ങൾ കേൾക്കും, നോയ്സ് കേൾക്കുന്നുണ്ട്. ലൗഡ് സ്പീക്കർ ഒന്ന് ഓഫാക്കോ? ഓക്കെ ഓക്കെ ഓക്കെ. ഏത് സ്കൂളിലാണ് പഠിക്കണേ? MBM ഹയർ സെക്കൻഡറി സ്കൂൾ. മാഷാ അല്ലാഹ്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? വഴിക്കടവിൽ നിന്ന്. വഴിക്കടവിൽ നിന്നാണ്. മാഷാ അല്ലാ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വിഷയങ്ങൾ അറിയാലോ അല്ലേ? ഏതാണ്? സുന്നത്ത് നമസ്കാരങ്ങളാണ് ഇന്നത്തെ വിഷയം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ, റെഡിയാണോ? റെഡിയാണ്. ചോദിക്കട്ടെ? ചോദിച്ചോ. ഏത് നമസ്കാരത്തിനാണ് ഒരേ റക്അത്തിൽ 2 റുകൂകളും 2 സുജൂദുകളും ഉള്ളത്? ചോദ്യം ക്ലിയർ ആയോ? ഇല്ല. ഏത് നമസ്കാരത്തിനാണ് ഒരേ റക്അത്തിൽ 2 റുകൂകളും 2 സുജൂദുകളും ഉള്ളത്? ചോദ്യം വ്യക്തമായോ? ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കുക. 2 സുജൂദും 2 റുക്കുവുമുള്ള നമസ്കാരം ഏതാണെന്നാ പറഞ്ഞത്. ഒരു സുന്നത്ത് നമസ്കാരം ഉണ്ട്, അതിന്റെ പ്രത്യേകത 2 റുക്കുവുണ്ട്, 2 സുജൂദും. 2 സുജൂദ് എല്ലാ നമസ്കാരത്തിലും ഉണ്ട്, ഒരേ റക്അത്തിൽ. അതെ, 2 റുക്കുവുണ്ട്. ആ പറഞ്ഞോളൂ.
വിത്തർ എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ടൈമർ ഇവിടെ ഓൺ ആയിട്ടുണ്ട്. വേറെ മാറ്റം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റുത്തരങ്ങൾ ഉണ്ടെങ്കിൽ പറയാം, ഒന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. ടൈമർ ഓൺ ആയിട്ടുണ്ട്. വിത്തർ എന്ന് ഉറപ്പിക്കാവുന്നു അല്ലേ? വിത്തർ എന്ന ഉത്തരം ഉറപ്പിക്കാലോ അല്ലേ? മുസൈം ഉത്തരം ശരിയാണോ നോക്കും. ഒരു റക്കാഴത്തില് 2 റുക്കുഅ എന്നാണ് ചോദിച്ചത്. ഒരു റക്കാഴത്തിൽ, അതെ, ഒരേ റക്കായത്തിൽ 2 റുക്കുഅകളും 2 സുജൂദുകളും വരുന്ന ഒരു നമസ്കാരമുണ്ട്. സുന്നത്ത് നമസ്കാരമാണത്. ഏതാണ് ആ നമസ്കാരം എന്നാണ് ചോദ്യം. നമ്മുടെ സമയം അവസാനിച്ചിട്ടുണ്ട്. വിത്തർ എന്ന് പറയുന്നതിൽ ഉറപ്പിക്കാം അല്ലേ? ഓക്കെ, നമുക്ക് ഉത്തരം പറയാനുള്ള സമയമാണ്. ഉത്തരം മുസൈം ഉത്തരം പറയും. ഉത്തരം ഗ്രഹണ നമസ്കാരമാണ്. ഗ്രഹണ നമസ്കാരം സ്വലാത്തുൽ ഖുസൂഫ്, ആ നമസ്കാരത്തെ പ്രത്യേകതയാണ് 2 റുക്കുഅണ്ട് ഒരു റക്കാഴത്തിൽ. 2 സുജൂദ് എല്ലാ റക്കാഴത്തിലും ഉണ്ട്. 2 റുക്കുഅകളാണ് വളരെ പ്രാധാന്യമുള്ളത്. ഓക്കെ, ഇൻഷാ അല്ലാ ചെറിയൊരു ഒരു ധാരണ പിശകിലാണ് പോയത് തോന്നുന്നുണ്ട്. ഇതിനു മുൻപ് വിളിച്ചിട്ടുണ്ടോ പീസ് റേഡിയോക്ക്? ഓക്കെ, ഇൻഷാ അല്ലാ. ആഹാ, മാഷാ അല്ലാ. അപ്പൊ ഇന്നത്തെ വിഷയത്തിന്റെ ഒരു അറിവ് കുറവായിരിക്കും തോന്നുന്നുണ്ട് അല്ലേ? വിഷയം സുന്നത്ത് നോമ്പ് എന്ന് വിചാരിച്ചോ? മാറിപ്പോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസങ്ങളിലെ വിഷയങ്ങൾ മനസ്സിലാക്കി നന്നായിട്ട് പഠിച്ച് ഇൻഷാ അല്ലാ ഫാമിലിയോടൊപ്പം പങ്കെടുക്കുക അല്ലേ? ഇൻഷാ അല്ലാ. എന്തായാലും ഈ ഒരു കോള് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഇൻഷാ അല്ലാ, ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഓക്കെ, അപ്പോൾ ഇന്നലത്തെ ഒരു വിന്നർ കൂടിയാണ് ഇന്ന് വിളിച്ചിട്ടുള്ളത്. പറഞ്ഞ പോലെ രക്ഷിതാക്കൾ വീണ്ടും, അല്ലെങ്കിൽ നമ്മൾക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾ വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നു, വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് വളരെ സന്തോഷം നൽകുന്ന ഒരു വിഷയമാണ് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പീസ് റേഡിയോ എത്രത്തോളം നമ്മുടെ ശ്രോതാക്കൾ കേൾക്കുന്നു എന്നുള്ളതിനുള്ളൊരു തെളിവ് കൂടിയാണ് ഈ ഒരു കോളർ നമുക്കുള്ളത്. നമുക്ക് പീസ് റേഡിയോ ഈ ഒരു സംവിധാനങ്ങളൊക്കെ ഇതുപോലെ ഏറ്റവും നല്ല രൂപത്തിൽ സുഖമായിക്കൊണ്ട് നടത്തിക്കൊണ്ട് പോകാൻ ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ചിലവുകളുണ്ട്. അപ്പോൾ ഈ റമദാനിലാണ് നമ്മൾ അതിലുള്ള കളക്ഷനൊക്കെ എടുക്കുന്നത്. പീസ് റേഡിയോ ഡൊണാറ്റ് ഓപ്ഷനിൽ പോയിട്ട്, ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് പീസ് റേഡിയോ സഹായിക്കാനുള്ള വിൻഡോ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എല്ലാ ആളുകളും നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ആ ഒരു പ്രത്യേകിച്ച് അവസാനത്തെ 10 കൂടിയാണ് ഈ ഒരു സൽക്കർമ്മത്തിൽ ഒരു പങ്കാളിയാകണമെന്ന് ഈ ഒരു വിജ്ഞാന കൂട്ടായ്മയെ സഹായിക്കണം. അതെ, ഓക്കെ. അടുത്തൊരു കോളർ റെഡി ആയിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പീസ് റേഡിയോ റമദാൻ ലൈവ് ഫാമിലി ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അഫ്ഹാൻ മുഹമ്മദ്. എവിടുന്നാ വിളിക്കുന്നത്? പട്ടാമ്പിയിൽ നിന്നാണല്ലേ. ഏത് ക്ലാസ്സിലാണ് അഫ്ഹാൻ പഠിക്കുന്നത്? 4ാം ക്ലാസ്സിൽ പഠിക്കണം. ഏത് സ്കൂളിലാണ്? മൗണ്ട് സീന സ്കൂൾ. ശരിയാണോ? ഓക്കെ, മാഷാ അല്ലാ. ഇതിനു മുമ്പ് പീസ് റേഡിയോയിൽ വിളിച്ചിട്ടുണ്ടോ? സമ്മാനം ലഭിച്ചിട്ടുണ്ടോ? മാഷാ അല്ലാ. അപ്പൊ മുമ്പ് വിളിച്ചൊരു വിന്നറാണ് വിളിക്കുന്നത്. അഫ്ഹാൻ കൂടെ ആരൊക്കെയാ ഉള്ളത് നമ്മുടെ ടെലിഗസിൽ? ഉമ്മ ഉണ്ട് അല്ലേ? ആഹാ, മാഷാ അല്ലാ. ഓക്കെ, അപ്പോ ഒന്നാമത്തെ ചോദ്യം ചോദിക്കാമെന്നാണ് വിചാരിക്കുന്നത്. റെഡി അല്ലേ? ഓക്കെ, ചോദിക്കട്ടെ. സൂറത്തുൽ കാഫിറൂൻ, സൂറത്തുൽ ഇഖ്ലാസ് എന്നീ സൂറത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 സുന്നത്ത് നമസ്കാരത്തിൽ പാരായണം ചെയ്തിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. സുബഹിക്ക് ശേഷമാണെങ്കിൽ രണ്ടാമത്തേത് ആണ്. ചോദ്യം വ്യക്തമായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ കാഫിറൂനും സൂറത്തുൽ ഇഖ്ലാസ് എന്നീ 2 സൂറത്തുകൾ 2 സുന്നത്ത് നമസ്കാരത്തിൽ പാരായണം ചെയ്തിരുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. അതിലൊന്ന് സുബഹിക്ക് ശേഷം പാരായണം ചെയ്തത്, സുബഹിക്ക് മുമ്പ് പാരായണം ചെയ്യുന്ന, സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നമസ്കാരത്തിലായിരുന്നു എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ
സുന്നത്ത് നമസ്കാരം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ കാഫിറൂനും സൂറത്തുൽ ഇഖ്ലാസും പാരായണം ചെയ്തിരുന്ന രണ്ടാമത്തെ സുന്നത്ത് നമസ്കാരം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ക്ലിയർ ആയില്ലേ? ഇനി ഉത്തരം പറഞ്ഞോളൂ. ടൈമർ ഇവിടെ ഓൺ ആയിട്ടുണ്ട്, പെട്ടെന്ന് ഉത്തരം പറയാം. നമസ്കാരത്തിൽ ലുഹ നമസ്കാരത്തിൽ ലുഹ എന്ന ഉത്തരം പറഞ്ഞല്ലേ? അതെ. ലുഹ. ഓക്കെ, വേറെ ഉത്തരമില്ലല്ലോ? ഇത് ഉറപ്പാണല്ലോ അല്ലേ? ഉമ്മനോടൊന്ന് ഡിസ്കസ് ചെയ്യാം. സമയം കഴിഞ്ഞു, ടൈമർ ഓഫായി. ലുഹ എന്ന് ഉറപ്പിക്കാൻ തോന്നുന്നു. ഓക്കെ, ഉത്തരം പറയൂ ബാസി. ഉത്തരം മഗ്‌രിബാണ്. അഥവാ മഗ്‌രിബിന്റെ ശേഷമുള്ള 2 റക്അത്തിലാണ്, 2 റക്അത്ത് സുന്നത്ത് നമസ്കാരത്തിലാണ് ഈ 2 സൂറത്തും സൂറത്തുൽ ഇഖ്ലാസും നബി പാരായണം ചെയ്തിരുന്നത്. അതെ സുന്നത്തുള്ളത്. റെഡി? മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ലുഹ നമസ്കാരം എന്ന് ചെറുതായിട്ട് തെറ്റിപ്പോയതല്ലേ ബുസൈം? ചെറുതായിട്ട്. കുഴപ്പമില്ല, ഇൻഷാല്ലാ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻഷാല്ലാ അടുത്തൊരു ദിവസം വിന്നറാവാം അല്ലേ? ഇൻഷാ അല്ലാഹ്. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും. നമ്മൾ കോള് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പോൾ സൂറത്തു കാഫിറൂൻ, സൂറത്ത് ഇഖ്ലാസ് പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾക്ക് അത് ഈ ഒരു പുതിയൊരു അറിവാണ് എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? അതിൽ 2 സുന്നത്ത് നമസ്കാരങ്ങൾ, ഒന്ന് സുബഹയുടെ മുമ്പുള്ള 2 റക്അത്തും മഗ്‌രിബിന്റെ ശേഷമുള്ള 2 റക്അത്ത്. രണ്ടിലും പാരായണം ചെയ്യേണ്ടത് സൂറത്ത് ഇഖ്ലാസ് അതുപോലെ സൂറത്ത് കാഫിറൂനാണ്. ആദ്യത്തെ റക്അത്തിൽ സൂറത്ത് കാഫിറൂൻ, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ്. ഏതായിരുന്നാലും നമ്മുടെ കൊച്ചു കൂട്ടുകാർ അതെല്ലാം ജീവിതത്തിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. എനിക്ക് തോന്നുന്നത് നമ്മുടെ സമയം കളയാതെ അടുത്തൊരു കോളിലേക്ക് പ്രവേശിക്കാൻ തോന്നുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിക്വിസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹന്ന. 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 എവിടെ നിന്നാണ് ഹന്ന വിളിക്കുന്നത്? നമ്പർ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4 4ാം ക്ലാസ്സിലാണ്. ഏത് സ്കൂളിലാണ്? LP സ്കൂൾ. ഓക്കെ. ഹന്നയുടെ കൂടെ ആരൊക്കെയുള്ളത്? ഉമ്മ. ഉമ്മയുണ്ട്. ഉമ്മ മാത്രമേ ഉള്ളൂ? ആ. എന്നാ ഉമ്മയുടെ പേരൊന്ന് പറഞ്ഞോട്ടെ. ഉമ്മയുടെ പേര് പറയൂ, പരിചയപ്പെടുത്തൂ. സെലീന. ഓക്കെ, സെലീന ഉമ്മ അല്ലേ? ഉമ്മാന്റെ ഉമ്മയാണ്. വല്യമ്മയാണ്. ഓക്കെ, ബറക്കല്ലാഹു ഫീക്കും. എല്ലാ ചോദ്യത്തിനും വല്യമ്മയുടെ സഹായം തേടണം. ഓക്കെ, വിന്നറാവണം കേട്ടോ എന്ന് ആശംസിക്കണം. നോക്കാം നമുക്ക്. ചോദ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ? ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ? പെരുന്നാൾ നമസ്കാരത്തിൽ രണ്ടാമത്തെ റക്അത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം എത്ര തക്ബീർ ആണുള്ളത്? 5. മാഷാ അല്ലാഹ്, നല്ല ഉത്തരമാണ്. ശരി ഉത്തരമാണ്. ബറക്കല്ലാഹു ഫീക്ക്. പെട്ടെന്ന് ഉത്തരം പറഞ്ഞു അല്ലേ? അപ്പോൾ ടൈമർ ഓണാക്കാനുള്ള സമയം കൂടി നമുക്ക് തന്നിട്ടില്ല. ചോദ്യം കേൾക്കാൻ കാത്തിരിക്കാൻ ഉത്തരം പറയാൻ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കണേ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഗ്രഹണ നമസ്കാരത്തിന് അറബിയിൽ പറയുന്ന സാങ്കേതിക പദം ഏതാണ്? ഗ്രഹണ നമസ്കാരം കേട്ടിട്ടില്ലേ? ഓക്കെ, അതിന് അറബിയിൽ പറയുന്ന സാങ്കേതികമായിട്ടുള്ള പദം, അറബിയിൽ പറയുന്ന പേരെന്താണ്? ചോദ്യം ക്ലിയർ അല്ലേ? ഓക്കെ, എന്നാൽ വല്യമ്മയോടൊക്കെ ചോദിച്ച് പെട്ടെന്ന് ഉത്തരം പറഞ്ഞോളൂ. ടൈമർ ഇപ്പോൾ ഓണാവും. നമ്മൾ ഈ ലൈവിൽ തന്നെ ആ ഒരു പേര് സൂചിപ്പിച്ചിട്ടുണ്ട്. അതെ, പറയൂ, പെട്ടെന്ന് പറഞ്ഞോളൂ. 10 സെക്കൻഡ് മാത്രം ബാക്കിയുള്ള ആലോചിച്ച് ഉത്തരം പറയാനുള്ള സമയമുണ്ട്. ഹന്ന ഫാമിലി ഇന്ന് വിജയിക്കുമെന്നറിയാം, നമുക്ക് കണ്ടറിയാം. ഇൻഷാ അല്ലാഹ് ഉത്തരം പറയുന്ന പ്രതീക്ഷിക്കുന്നത്. പറയൂ. എങ്ങനെയാണ്? ക്ലിയർ ആയില്ല.
അസ്സലാത്തുൽ ജാമിയാണോ? അസ്സലാത്തുൽ ജാമിഅ എന്നാണ് പറഞ്ഞത്. നമസ്കാരത്തിന്റെ പേരാണ് ചോദിച്ചത്. നമസ്കാരത്തിന്റെ പേര്. നമ്മുടെ സമയം അവസാനം നമുക്ക് ഉറപ്പിക്കാം അല്ലേ? ഇസ്തിഖാറത്താണോ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഇസ്തിഖാറത്തും അല്ല. അപ്പോൾ നമ്മുടെ സമയം അവസാനിച്ചിട്ടുണ്ട്. സ്വലാത്തുൽ ഇസ്തിഖാറത്ത് എന്നാണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. ഉത്തരം സ്വലാത്തുൽ ഖുസൂഫ് അല്ലേ? സ്വലാത്തുൽ ഖുസൂഫ് ആണ് ഗ്രഹണ നമസ്കാരത്തിന് പറയുന്ന പേര്. ഓക്കെ, സ്വലാത്തുൽ ഖുസൂഫ് ഖുസൂഫ് രണ്ടും പറയും, ചന്ദ്രഗ്രഹണം സൂര്യഗ്രഹണം. ഓക്കെ, ഇതിനു മുമ്പ് പീസ് റേഡിയോനെ വിളിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ല. അപ്പൊ അപ്പൊ ആദ്യമായിട്ട് ആദ്യമായിട്ടാണ് വിളിക്കുന്നത് അല്ലേ? ആ. ഇനിയും വിളിക്കുവോ? ആ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇതുപോലെ ഉച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ ഫാമിലി ലൈവ് ടെലിഗിസ് ഉണ്ട്, ഉപയോഗപ്പെടുത്തണേ കേട്ടോ. ആ. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറ. ഉമ്മയോടൊക്കെ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറയണം കേട്ടോ. ഓക്കെ, കോള് ബൈൻഡപ്പ് ചെയ്യണം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വഅലൈക്കും സലാം. മാഷാ അല്ലാ, ഈ ഒരു എപ്പിസോഡിൽ 5ാമത്തെ കോളറാണ് ഇപ്പോൾ നമുക്ക് നമ്മൾ വൈൻഡപ്പ് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ആദ്യത്തെ കോളർക്കാണ് വിന്നറാവാൻ പറ്റിയുള്ളൂ. ഇനി രണ്ടാമത്തെ ഒരു വിന്നർ എപ്പോഴാണ് വരെ ആ ഫാമിലി ആരാണ് എന്നാണ് നമ്മൾ കാത്തിരിക്കുന്നത്. നമുക്കൊരു അനിവാര്യമായ ഒരു ബ്രേക്കിനുള്ളൊരു സമയമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇൻഷാ അല്ലാ ഫാമിലി ലൈവ് ടെലികേസ് എത്രയും പെട്ടെന്ന് തിരിച്ചു വരും. ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നു വേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ്. എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു. ഉറക്കം നഷ്ടപ്പെടുന്നു. ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ. Peace Radio. Tune to reality. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിഗിസ് തുടരുകയാണ്. ബ്രേക്കിന് ശേഷം ഇൻഷാ അല്ലാഹ് നമ്മൾ കുറച്ച് തിരിച്ചു വന്നിരിക്കുകയാണ്. ആദ്യ ബ്രേക്കിന് ശേഷമുള്ള ആദ്യ കോളർ ആരെന്ന് നോക്കാം അല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും സലാം. ആരാണ് വിളിക്കണത്? അമ്മ. ഹന്ന. അമ്മ. അംന. ഓക്കെ, അംന മോളെ, പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിഗിസിൽ ഹൃദ്യമായ സ്വാഗതം. അംനയുടെ കൂടെ ആരൊക്കെയാ ഉള്ളത്? കസിനുണ്ട്. കസിൻ ഉണ്ട്. ഓക്കെ, ഏത് ക്ലാസ്സിലാ അംന പഠിക്കണത്? 5ാം ക്ലാസ്സില്. എവിടുന്നാ വിളിക്കണേ? മങ്കട. മങ്കടയിൽ ഏത് ക്ലാസ്, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? പെരുമങ്കട. പെരുമങ്കടയുള്ള GHS സ്കൂളിലാണ് പഠിക്കുന്നത്. മാഷാ അല്ലാ. അപ്പോൾ ഇതിനു മുമ്പ് പീസ് റേഡിയോ റമദാൻ ലൈവ് ഫാമിലി ടെലികിസിലേക്ക് വിളിച്ചിട്ടുണ്ടോ? സമ്മാനം വാങ്ങിക്കണോ? ഇല്ല. ഇല്ല. അപ്പോൾ ഇൻഷാ അല്ലാ സമ്മാനം ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? വിന്നറാ വിചാരിക്കാം അല്ലേ? ഇൻഷാ അല്ലാഹ് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞാൽ ഇന്നത്തെ വിന്നേഴ്സ് എന്ന ഒരു പട്ടികയിലേക്ക് അമ്നമോളും ഫാമിലി ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ചോദിക്കാം.
പെരുന്നാൾ നമസ്കാരത്തിൻ്റെ അതേ രീതിയിലുള്ള മറ്റൊരു സുന്നത്ത് നമസ്കാരം ഏതാ? ചോദ്യം വ്യക്തമായോ? ചോദ്യം മഴ. മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം. മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം എന്നാണ് ഉത്തരം പറയുന്നത്. മാഷാ അല്ലാ, ഉത്തരം ശരിയാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ശരിയാക്കിയിരിക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ, രണ്ടാം ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണേ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ഇതാണ്: പെരുന്നാൾ നമസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ ആകെ എത്ര തക്ബീറുകളാണുള്ളത്? 7 തക്ബീറുകളെന്ന ഉത്തരം പറഞ്ഞാൽ ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക. പെരുന്നാൾ നമസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ ആകെ എത്ര തക്ബീറുകളാണുള്ളത്? ആലോചിച്ച് ഉത്തരം പറയുക. നമ്മുടെ ടൈമർ ഇവിടെ ഓൺ ആയിട്ടുണ്ട്. ആലോചിച്ച് ഉത്തരം പറയാം. തക്ബീറത്തുൽ ഇഹ്റാം. തക്ബീറത്തുൽ ഇഹ്റാം കൂടി കൂട്ടിയിട്ടാണ് പറയേണ്ടത് കേട്ടോ. എത്രയാ പറഞ്ഞേ? എണ്ണം പറയൂ. എത്രയാ? 7 തക്ബീറത്തുൽ ഇഹ്റാമും കൂടി കൂട്ടിയിട്ട് 7 ആണോ? ഓക്കെ, തക്ബീറത്തുൽ ഇഹ്റാമും കൂടി കൂട്ടിയിട്ടാണ് 7 എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ഉത്തരം നിർഭാഗ്യവശാൽ തെറ്റിപ്പോയിരിക്കുകയാണ്. തക്ബീറത്തുൽ ഇഹ്റാമിന് പുറമേ 7 തക്ബീറുകളാണുള്ളത്. അപ്പം മുഴുവനായിട്ട് നോക്കുമ്പോൾ ആകെ 8 റക്അത്തുകൾ. 8 തക്ബീറുകൾ. 8 തക്ബീറുകളാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാ രണ്ടാമത്തെ ചോദ്യത്തിനാണ് നിർഭാഗ്യവശാൽ ഉത്തരം തെറ്റിപ്പോയിട്ടുള്ളത്. തക്ബീറത്തുൽ ഇഹ്റാം കൂട്ടിയിട്ട് ചോദിച്ചു മോളോട്ടെ. 7 എന്നുള്ളത് തക്ബീറത്തുൽ ഇഹ്റാം കൂടി കൂട്ടിയിട്ടാണെങ്കിൽ 8 എണ്ണമായിരിക്കും. തക്ബീറത്തുൽ ഇഹ്റാമിന് പുറമെയാണ് 7 എണ്ണം. ഓക്കെ, തക്ബീറത്ത് അല്ലാഹു അക്ബർ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന തക്ബീറിനെ കൂട്ടിയിട്ട് എക്സ്ട്രാ വരുന്ന 7 എണ്ണം കൂടി കൂട്ടുമ്പോൾ 8 എണ്ണമായി. അതാണ് ചോദിച്ചത്. ഓക്കെ ഇൻഷാ അല്ലാ. ഓക്കെ, ഏതായാലും ഉമ്മയുടെ ഇടപെടലൊക്കെ ഉണ്ട്. അള്ളാഹു താല ഖൈർ നൽകട്ടെ. ഇൻഷാ അല്ലാ അടുത്തൊരു തവണ അടുത്തൊരു ദിവസം വിന്നറാവാൻ തോന്നുന്നു ഇൻഷാ അല്ലാ. ഓക്കെ, മോളെ കൊണ്ട് വീണ്ടും വിളിപ്പിക്കണം. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ പല ആളുകൾക്കും പലപ്പോഴും പെരുന്നാൾ നമസ്കാരത്തിൻ്റെ തക്ബീറുകൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സംശയം വരാറുള്ളൊരു വിഷയം കൂടിയാണ്. അപ്പോൾ തക്ബീറത്തുൽ ഇഹ്റാമിന് പുറമെ 7 തക്ബീറുകളാണ് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആകെ മുഴുവനായിട്ടും 8 തക്ബീറുകളാണ് ഉണ്ടാവുക. ഇൻഷാ അല്ലാ അടുത്തൊരു കോളർ നമുക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാന്ന് നോക്കാം. അതിലേക്ക് പോവാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിവിഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആരാണ് വിളിക്കണത്? ആയിഷ. അൽഫ. മാഷാ അല്ലാ. അൽഫ മോളെ കൂടെ ആരൊക്കെ ഉണ്ട് മോളെ? എവിടുന്നാ വിളിക്കണേ? ഏത് ക്ലാസ്സിലാണ് അൽഫ മോള് പഠിക്കുന്നത്? 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു പിടിക്കുകയാണ് അൽഫ മോള്. മാഷാ അല്ലാ. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ അറിയാലോ, സുന്നത്ത് നമസ്കാരങ്ങൾ എന്നുള്ള വിഷയത്തിലാണ്. ചോദ്യങ്ങൾ ചോദിക്കട്ടെ? അതിനു മുൻപ് പീസ് റേഡിയോ ടെലികിസിലേക്ക് വിളിച്ചിട്ടുണ്ടോ? മുമ്പ് റമളാൻ ലൈവ് ഫാമിലി ടെലികിസിലേക്ക് വിളിച്ചിട്ടുണ്ടോ? മാഷാ അല്ലാ. സമ്മാനം ലഭിച്ചിട്ടുണ്ടോ? മാഷാ അല്ലാ. 2 പ്രാവശ്യം സമ്മാനം ലഭിച്ചു. അപ്പൊ ഏതായിരുന്നാലും അൽഫമോളും ഫാമിലി ഇന്നും വിന്നറാവുന്നാണ് വിചാരിക്കുന്നത് അല്ലേ? കൂടെയുള്ള എല്ലാരോടും ചോദിച്ചു ഉത്തരം പറയണേ കേട്ടോ. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്ക്. ഓൾ ദ ബെസ്റ്റ്. ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ? പ്രവാചകനോടൊപ്പം സ്വർഗത്തിൽ സഹവസിക്കാൻ ആഗ്രഹിച്ച സ്വഹാബിയോട് പ്രവാചകൻ കൽപ്പിച്ചു സുജൂദ് അധികരിപ്പിക്കാൻ പറഞ്ഞു. ഏത് സ്വഹാബിയോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കൽപ്പിച്ചത്?
ചോദ്യം ക്ലിയറായോ? ഒന്നുകൂടി ചോദിക്കുക. ചോദ്യത്തിന് എന്തോ ഒരു വ്യക്തത കുറവുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒന്നും കൂടി ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരു സ്വഹാബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് ചോദിക്കുകയാണ്, എനിക്ക് പ്രവാചകനോടൊപ്പം സ്വർഗത്തിൽ സഹവസിക്കാൻ ആഗ്രഹമുണ്ട് എന്ന്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബിയോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ എന്ത് ചെയ്യണം? സുജൂദ് അധികരിപ്പിക്കണം. സുജൂദ് എന്ത് ചെയ്യണം? വർദ്ധിപ്പിക്കണം എന്നാര് പറഞ്ഞു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബിയോട് പറയാണ്. ഏത് സ്വഹാബിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ആഗ്രഹവുമായിട്ട് വന്നു പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ചോദ്യം ഇപ്പോൾ വ്യക്തമായോ? ഓക്കെ, എന്ന് ഉത്തരം പറഞ്ഞോളൂ. ടൈമർ ഓൺ ആയിട്ടുണ്ട്. ആലോചിച്ച് പെട്ടെന്ന് ഉത്തരം. പറയൂ, ഉത്തരം പറയൂ. എങ്ങനെ? അബൂദർ റളിയല്ലാഹു അൻഹു എന്നാണ് ഉത്തരം പറഞ്ഞത്. അതല്ല, വേറെ ഒരു ഉത്തരമായിരിക്കും. ആ ഉത്തരം ശരിയല്ല. നമ്മുടെ ടൈമർ ഓഫായിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു. അത് ഉറപ്പിക്കാതൊന്നും മറ്റൊരു ഉത്തരത്തിലേക്ക് പോകാൻ നമുക്ക് സമയമില്ല. അവസാനത്തെ ഒരു ചാൻസ് ആയിട്ട് പറയൂ. ഓക്കെ, നമുക്ക് ഉത്തരം പറയാം. മുഹ്സിൻ, ഉത്തരം നമുക്ക് പറയാം. റബീഅ റളിയല്ലാഹു അൻഹു. അതാണ് ഉത്തരം. ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് പറയാണ്, അസ്അലുക മുറാഫഖതക ബിൽ ജന്ന, സ്വർഗത്തിൽ പ്രവാചകരെ താങ്കളുടെ കൂടെ സഹവസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ പ്രവാചകൻ എന്താ പറഞ്ഞത് അദ്ദേഹത്തോട്? നിങ്ങളെന്നെ സഹായിക്കണം. ഫഅഇന്നി ബികസറത്തി സുജൂദുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എന്നെ സഹായിക്കണം. ഉപ്പൊക്കെ കേട്ടിട്ടുണ്ടാവും ഈ ഹദീസ് അല്ലേ? അപ്പോൾ ആ ഹദീസിൽ പറയുന്ന റബീഅ ബിൻ കഅബ് റളിയല്ലാഹു അൻഹു എന്നാണ്. ഓക്കെ ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഏതായിരുന്നാലും നമുക്ക് അടുത്തൊരു ദിവസം അടുത്തൊരു ലൈവ് ടെലിവിഷൻ വിജയാവ് തോന്നുന്നുണ്ട്. ഈ ഒരു ഉത്തരം പറയാത്തതുകൊണ്ട് നമ്മൾ കോള് ബൈൻഡപ്പ് ചെയ്യണം. വീണ്ടും വിളിക്കണം കേട്ടോ. ഓക്കെ ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വളരെയധികം ഒരു പ്രാധാന്യം നൽകേണ്ടുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദുകൾ വർദ്ധിപ്പിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എന്നെ സഹായിക്കണം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ സുജൂദുകൾ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിലൂടെ സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക എന്നാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഉദ്ദേശം. ഏതായിരുന്നാലും പീസ് റേഡിയോ ശ്രോതാക്കൾ നമ്മളെല്ലാവരും ആ ഒരു ശ്രദ്ധ പരമാവധി സുന്നത്ത് നമസ്കാരങ്ങളിലൂടെ സുജൂദുകൾ വർദ്ധിപ്പിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിൽ സഹവസിക്കാൻ, സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന വിശ്വാസികൾ റബ്ബ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഏതായിരുന്നാലും ഒരു കോളർ നമ്മെ കാത്തിരിക്കുന്നു വിചാരിക്കുന്നു. അതിലേക്ക് പോകാൻ തോന്നുന്നു അല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിവിഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അൻഫാസ്. അൽതാഫ് എന്നാണോ? അൻഫാസ്. ആ ഓക്കെ. എവിടുന്നാ വിളിക്കണത്? ഏത് ജില്ലയാ അത്? മലപ്പുറം ജില്ലയിലെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് അൻഫാസ്? 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ആലിച്ചുവട് സ്കൂളിലാണ് പഠിക്കുന്നത്. മാഷാ അല്ലാഹ്. നമ്മുടെ ബുസൈമ 8ാം ക്ലാസ്സിലാണ് അല്ലേ? ഇനി 9ലേക്കല്ലേ അൻഫാസ്? ആ ഓക്കെ. നമ്മുടെ ആങ്കർ ഡെസ്കിലുള്ള ബുസൈം, അവനും 8 കഴിഞ്ഞ് ഇനി ഇൻഷാ അല്ലാഹ് 9ലേക്ക്. എന്നാൽ ബുസൈം തന്നെ ചോദിച്ചു ഒന്നാമത്തെ ചോദ്യം. പരലോകത്ത് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന കർമ്മം ഏതാ? ചോദ്യം ക്ലിയറായോ? ചോദ്യം വ്യക്തമായോ?
ഓക്കെ, നമസ്കാരം. പരലോകത്ത് നമസ്കാരം എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. മാഷാല്ലാ, ഉത്തരം ഉത്തരം ശരിയാണ്. ഓക്കെ, മാഷാഅല്ലാഹ് ബറക്കല്ലാഹു ഫീക് അൻഫാസ്. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ശരിയാക്കിയിരിക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ? രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ? ആ, ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ഇത് ശ്രദ്ധിച്ച് കേൾക്കണേ. റമദാൻ അല്ലാത്തപ്പോൾ ഒന്നുറങ്ങി എഴുന്നേറ്റ് നമസ്കരിക്കുന്ന നമസ്കാരത്തിന് അല്ലെങ്കിൽ സുന്നത്ത് നമസ്കാരത്തിന് സാങ്കേതികമായി പറയുന്നൊരു പേരുണ്ട്. എന്താണത്? ഒന്നുകൂടി പറയാം, ക്ലിയർ ആയില്ല. ഒരു സുന്നത്ത് നമസ്കാരത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ആ സുന്നത്ത് നമസ്കാരത്തിൽ റമദാൻ അല്ലാത്തപ്പോൾ ആ നമസ്കാരം ഒന്ന് രാത്രിയൊക്കെ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിക്കുന്ന നമസ്കാരമാണ്. ആ സുന്നത്ത് നമസ്കാരത്തിന് പറയുന്ന പേര് എന്താണ്? അറബിയിലുള്ള പേരെന്താണ്? അൻഫാസ് പറഞ്ഞോളൂ. തഹജ്ജുദ് എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. മാഷാ അല്ലാഹ്, ഉത്തരം ശരിയാണ്. രണ്ടാമത്തെ ചോദ്യവും അതിൻ്റെ ഉത്തരവും ശരിയാക്കിയിരിക്കുകയാണ്. മൂന്നാമത്തെ സമ്മാനത്തിലേക്കുള്ള അവസാന ചോദ്യത്തിലേക്കാണ് പോകാനിരിക്കുന്നത്. റെഡിയാണല്ലോ? ഓക്കെ. അൻഫാസ് ആദ്യമായിട്ട് വിളിക്കാണോ പീസ് റേഡിയോയിലേക്ക്? അല്ല. ഇതിന് മുമ്പ് വിളിച്ചിട്ടുണ്ട്. വിന്നറൊക്കെ ആയിട്ടുണ്ടോ? ആ, ഓക്കെ, മാഷാ അല്ലാഹ്. എന്നാൽ മൂന്നാമത്തെ ചോദ്യം കേട്ടോ. നമ്മൾ മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻപ്. മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം നിർവഹിച്ചിട്ടുണ്ടോ? അതിന് അവസരം കിട്ടിയിട്ടുണ്ടോ? എന്ത്? മഴയ്ക്ക് വേണ്ടി നിസ്കരിക്കില്ല നമ്മൾ, മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള നിസ്കാരം നിർവഹിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒപ്പൻ്റെ കൂടെയൊക്കെ എവിടെയെങ്കിലും പോയിട്ട് നിസ്കരിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ല. മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരത്തിന് നമ്മൾ അറബിയിൽ എന്താണ് പറയുക? അതിൻ്റെ പേരെന്താണെന്ന് ചോദിക്കണത്. ഇപ്പോൾ തഹജ്ജുദ് നമസ്കാരം എന്നൊരു പേര് പറഞ്ഞു, തറാവീഹ് നമസ്കാരം എന്ന് പറഞ്ഞു. ഇതൊക്കെ സുന്നത്ത് നമസ്കാരത്തിൻ്റെ പേരാണല്ലോ. മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ നിർവഹിക്കുന്ന സുന്നത്ത് നമസ്കാരത്തിൻ്റെ പേരെന്താണ് അറബിയിൽ? സലാത്തുൽ ഇസ്തിസ്ഖാ. സ്വലാത്തുൽ ഇസ്തിസ്ഖാ. മാറ്റുണ്ടാവോ? അവസാന ചാൻസാണ്. മൂന്നാമത്തെ ചോദ്യമാണ്. അത് മാത്രമേ ഉള്ളൂ ഒരു കടമ്പ. ഇനി മാറ്റില്ല. ഇല്ല. ഫിനിഷ്. മാഷാ അല്ലാഹ്, മൂന്ന് വട്ടം ഉറപ്പിച്ചിരിക്കുന്നു. അതെ, ശരിയാണ്. ഉത്തരം ശരിയാണ്. സ്വലാത്തുൽ ഇസ്തിസ്ഖാ എന്ന കറക്റ്റ് ആൻസറാണ്. മാഷാഅല്ലാഹ്. ആരെങ്കിലും കൂടെ സഹായിച്ചോ ഉത്തരം പറയാൻ? ഓർമ്മ ഉണ്ടായിരുന്നോ ആദ്യം? ആ, ആരാ പറഞ്ഞു തന്നെ? ഉമ്മ. ഉമ്മ. മാഷാ, ഉമ്മക്ക് ബാറക്കല്ലാഹു ഫീക്കും. ഉമ്മൻ്റെ പേരും പറഞ്ഞോളൂ. റസിയ. റഫീഖ എന്നാണ് അല്ലേ? റസിയ. ഓക്കെ, മാഷാ അല്ലാഹ്. ഏതായിരുന്നാലും ഇന്നത്തെ ഫാമിലി ലൈവ് ടെലിവിഷൻ്റെ രണ്ടാമത്തെ വിജയിയായ ഫാമിലിയാണ്. മോൻ്റെ ഫാമിലി ഇൻഷാ അല്ലാഹ് എല്ലാ ഖൈറും ബർക്കത്തും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ അഭിനന്ദനങ്ങളും അല്ലേ? ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം. മാഷാ അല്ലാഹ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിലെ രണ്ടാമത്തെ നമുക്കിപ്പോൾ വന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കോളർമാർ നമുക്ക് നേരത്തെ വന്നു. ഏകദേശം ഒരു 8 കോളർമാരായപ്പോഴാണ് 2 വിന്നറായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെ അടുത്ത കോളർ റെഡിയാണെന്ന് തോന്നുന്നു. അടുത്ത കോളറിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ റമദാൻ ലൈവ് ഫാമിലി ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഫാത്തിമ ബിൻത് റിയാസ്. ഫാത്തിമ ബിൻത് റിയാസ്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? കാസർഗോഡ്. കാസർഗോഡിൽ നിന്ന്. കാസർഗോഡ് എവിടെയാണ്? കാസർഗോഡ് ജില്ലയിൽ എവിടെയാണ്? വിദ്യാനഗർ. വ്യക്തമായില്ല. എസ് പി നഗർ. ഓക്കെ, എസ് പി നഗറിൽ നിന്നാണ് വിളിക്കുന്നത്. മാഷാ അല്ലാഹ്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6ാം ക്ലാസ്. 6ാം ക്ലാസ്സിലാണ്. ഓക്കെ. ഏത് സ്കൂളിലാണ് പഠിക്കണേ? MP ഇന്റർനാഷണൽ സ്കൂൾ. ആരൊക്കെ കൂടെ ഉള്ളത് നമ്മുടെ ടെലിഗിസിൽ? കൂടെ ആരൊക്കെയാ ഉള്ളത് സഹായിക്കാൻ? ഉമ്മ ഉണ്ട്, അനിയുണ്ട്. ഇതിന് മുൻപ് പീസ് റേഡിയോയിലേക്ക് വിളിച്ചിട്ടുണ്ടോ? വിജയായിട്ടുണ്ടോ? ഉണ്ട്. എത്ര വട്ടം? 2 പ്രാവശ്യം. അതൊരു ചോദ്യം, എത്ര പ്രാവശ്യം എന്നല്ലേ?
മാഷാ അല്ലാ. ഇനിയൊരു മൂന്നാമത്തെ പ്രാവശ്യം വിജയിയാവാനുള്ള എല്ലാ തയ്യാറെടുപ്പോടും കൂടെ വന്നിരിക്കണം. അതെ, കാസർഗോഡ് നിന്ന് അങ്ങേ അറ്റത്ത് നിന്ന്. ഓക്കെ, ഇൻഷാ അല്ലാ. എന്നാ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കട്ടെ. റെഡി? നമ്മുടെ ബുസൈമാണ് ചോദ്യം ചോദിക്കുന്നത്. ബുസൈം ചോദിച്ചോളൂ. ചോദിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിത്ർ നിസ്കരിക്കുമ്പോൾ 3 സൂറത്ത് പാരായണം ചെയ്യായിരുന്നു. ഏതൊക്കെയാണ് ആ 3 സൂറത്തുകൾ? സൂറത്തുൽ ആല, സൂറത്തുൽ കാഫിറൂൻ, സൂറത്തുൽ ഇഖ്ലാസ്. മാഷാ അല്ലാ, ഉത്തരം കറക്റ്റാണ്. ചോദ്യം ചോദിച്ച് നിർത്താൻ വേണ്ടി കാത്തിരിക്കാവുന്നത് ഉത്തരം പറയാം. ബറക്കല്ലാഹു ഫീക്, മുംതാസ്. ആ 3 സൂറത്ത് തന്നെയാണ്. മാഷാ അല്ലാ. അല്ലാഹു തആല ഖൈർ നൽകട്ടെ. പെട്ടെന്ന് ഉത്തരം പറഞ്ഞല്ലോ. വിജ്ഞാനങ്ങളും ദീനിയായ അറിവുകളൊക്കെ കൂടുതൽ നേടാൻ റബ്ബ് തൗഫീഖ് നൽകട്ടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ച് കേൾക്കണേ. തറാവീഹ് നമസ്കാരം ഏത് ഖലീഫയുടെ കാലത്താണ് പള്ളിയിൽ വെച്ച് സ്ഥിരമായി നിർവഹിക്കാൻ തുടങ്ങിയത്? ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. മാഷാ അല്ലാ, ഉത്തരം ശരിയാണ്. ഓക്കെ, ബറക്കല്ലാഹു ഫീക്കും. 2 ചോദ്യത്തിന് വേഗം ഉത്തരം പറഞ്ഞു. അതെ അതെ, അതിവേഗം അല്ലേ? വേഗം എന്ന് പറഞ്ഞാൽ പോരാ, അതിവേഗം. ഫാസ്റ്റ് പാസഞ്ചർ. അതെ അതെ, ഷാറായി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഈ ഒരു ചോദ്യം ഫാത്തിമോളുടെ ഒരു വിജയത്തിൻ്റെ മൂന്നാമത്തെ ഒരു വിജയത്തിന് കൂടി കാരണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങാണ്. ഓക്കെ, ഒരു ആയത്ത് കേൾക്കാം നമുക്ക്. ആ ആയത്ത് ഏത് സൂറത്തിലാണ്, എത്രാമത്തെ ആയത്താണ് എന്ന് പറയണം. ഓക്കെ, ഒന്നാമത്തെ ആയത്തും കേൾക്കാം നമുക്ക്. ഒന്ന് ശ്രദ്ധിച്ചോളൂ. يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. പറഞ്ഞോളൂ, ഏത് എത്രാമത്തെ ആയത്താണ്? ഏത് സൂറത്തിൽ എത്രാമത്തെ ആയത്ത്? സൂറത്തുൽ ജുമുഅ 9. സൂറത്തുൽ ജുമുഅ ആണെന്ന് സ്വാഭാവികമായിട്ട് ആയത്ത് തന്നെ കിട്ടും അല്ലേ? എന്നാൽ ആയത്ത് നമ്പർ കറക്റ്റ് തന്നെയാണോ? ഉറപ്പാണല്ലോ. ജുമുഅ മനപ്പാടുണ്ടോ? ഹിഫ്ള് എത്ര ജുസ് ഹിഫ്ളുണ്ട്? 11. മാഷാ അല്ലാ, ബറക്കല്ലാഹു ഫീക്കും. അതെ, 9ാമത്തെ ആയത്ത് എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ഉത്തരം കറക്റ്റാണ് അല്ലേ? മാഷാ അല്ലാ, ബറക്കല്ലാഹു ഫീക്കും. ഹാഫിളത്തായ ഫാത്തിമോൾക്ക് സ്വാഭാവികമായിട്ടും അത് ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, പെട്ടെന്ന് കിട്ടിയല്ലേ? ഓക്കെ, വലിയ സന്തോഷം. എല്ലാവിധ അഭിനന്ദനങ്ങളും. മൂന്നാമത്തെ തവണയും പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിവിഷൻ വിജയിയാവാൻ പറ്റിയിരിക്കുകയാണ്. ഫാത്തിമ ആൻഡ് ഫാമിലി, ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ നൽകുന്ന സമ്മാനം ഫാമിലി കിട്ടും അല്ലേ? തീർച്ചയായും. ശരി, അപ്പോൾ എന്തായാലും ഈ കോൾ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ജസാക്കുമുല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓക്കെ, മുസ്ലിം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് ഫാമിലികൾ വിളിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ ചില ആളുകൾക്ക് ഉത്തരം പറയാൻ സാധിക്കാതെ അവരെന്ത് ചെയ്തു, ഈ കോള് വൈൻഡപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായി, തെറ്റിപ്പോയിട്ടുള്ളത്. അത്തരം ആളുകൾക്ക് പീസ് റേഡിയോ ഒരു അവസരം ഒരുക്കുന്നുണ്ട്. ഡെയിലി ക്യൂസ് എന്നാണ് ഈ അവസരത്തിൻ്റെ പേര്. എല്ലാ ദിവസവും ഒരു ചോദ്യം നമ്മൾ പബ്ലിഷ് ചെയ്യും. നമ്മൾ പീസ് റേഡിയോയിലൂടെ നമ്മൾ അത് ശ്രോതാക്കളിലേക്ക് എത്തിക്കും. ആ ചോദ്യത്തിലുള്ള ഉത്തരം ഫീഡ്ബാക്ക് ഓപ്ഷനിൽ ഡെയിലി ക്യൂസുമായി നിങ്ങൾ ഉത്തരം നൽകിയാൽ തിരഞ്ഞെടുക്കുന്ന 3 പേർക്ക് അതിനുള്ള സമ്മാനം ഉണ്ടായിരിക്കും. ഈ ഒരു അവസരം എല്ലാ ആളുകളും ഉപയോഗപ്പെടുത്തണമെന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ ശ്രോതാക്കളും ഉപയോഗപ്പെടുത്തണം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു കോളർ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്, അതിലേക്ക് പോകാൻ തോന്നുന്നു. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം. പീസ് റേഡിയോ ഫാമിലി റമദാൻ ലൈവ് ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അസ്ലഹ് അല്ലേ? മാഷാ. ഓക്കെ, ഏത് ക്ലാസ്സിലാണ് അസ്ലഹ് പഠിക്കുന്നത്? 4ാം ക്ലാസ്സിൽ. ഏത് സ്കൂളിലാണ്? എവിടുന്നാ വിളിക്കണേ?
തൊടികപ്പുലം അല്ലേ? ആരൊക്കെയാണ് കൂടെ ഉള്ളത് അസ്ലഹിന്റെ? താത്ത, ഉമ്മച്ചി. എന്നാ അവർ രണ്ടുപേരുടെയും പേരൊന്ന് പറയൂ. താത്താന്റെ പേര് റിഷ്ത, ഉമ്മാന്റെ പേര് സുസ്മിയ. ഓക്കെ, അപ്പൊ 3 പേരും മൂവർ സംഘം ഒരു പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ മൂവർ സംഘം? ആ ഓക്കെ, സമ്മാനം എടുത്തിട്ടുണ്ടാ? ആ മാഷാ അല്ലാ. അപ്പൊ സമ്മാനം നേടിയിട്ടുണ്ട് ഇതിന് മുൻപ്. മൂന്നെണ്ണം ഓക്കെ, കിട്ടി, 3 അടിച്ചത്. മാഷാ അല്ലാ. അപ്പോ അടുത്ത സമ്മാനം ഇൻഷാ അല്ലാ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ചോദിക്കട്ടെ? ആ ഓക്കെ. പരലോകത്ത് വിചാരണ ചെയ്യുമ്പോൾ ഫർദ് നമസ്കാരത്തിന് വല്ല കുറവുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ചോദ്യം വ്യക്തമായോ? ഇല്ല, ഒന്നുകൂടി പറയൂ. ഓക്കെ, നമുക്കറിയാം ആദ്യമായിട്ട് പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയം നമസ്കാരമാണ് അല്ലേ? ആ ഓക്കെ, അതിൽ ഫർള് നമസ്കാരമാണ് ആദ്യം നോക്കുക. അപ്പോൾ ആ ഫർള് നമസ്കാരത്തിൽ എന്തെങ്കിലും അപാകതകളോ കുറവോ സംഭവിച്ചാൽ എന്തായിരിക്കും അടുത്തതായിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കണക്ക് നോക്കുന്നത്, അള്ളാഹു കണക്ക് നോക്കുന്നത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അസ്ലഹ് പറഞ്ഞോളൂ, ഉമ്മയോടൊക്കെ ചോദിച്ചു ഉത്തരം പറഞ്ഞോളൂ. ഫർളിലെ കുറവുകൾ നികത്താൻ സുന്നത്ത് നമസ്കാരം സുന്നത്ത് നമസ്കാരം കൊണ്ട് ശരിയാവും. ആ, അപ്പോൾ ഉത്തരത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഫർളിലെ പിഴവുകൾ സുന്നത്തിലൂടെ പരിഹരിക്കും അല്ലേ? അതാണ് ചോദ്യവും ഉത്തരവും കറക്റ്റ് ആയിരിക്കുകയാണ്. ഓക്കെ, ശരിയാണ്. മാഷാ അല്ലാഹ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ശരിയാക്കി. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ? ആ ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ച് കേൾക്കണേ. ആ പെരുന്നാൾ നമസ്കാരത്തിൻ്റെ ഏത് റക്അത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ ഖമർ പാരായണം ചെയ്തിരുന്നത്? ചോദ്യം വ്യക്തമായോ? പെരുന്നാൾ നമസ്കാരത്തിൻ്റെ ഏത് റക്അത്തിലായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ ഖമർ പാരായണം ചെയ്തിരുന്നത്? റെഡിയാണല്ലോ? വേഗം ആലോചിച്ച് ഉത്തരം പറയാനുള്ള സമയമാണ്. ടൈമർ ഇവിടെ ഓൺ ആയിട്ടുണ്ട്. വേഗം ആലോചിച്ച് ഉത്തരം പറയാം. ഉത്തരം പറഞ്ഞോളൂ. പെരുന്നാൾ രണ്ടാമത്തെ റക്അത്ത് എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത് അല്ലേ? ടൈമർ ഓഫ്. ഓക്കെ, ഉത്തരം ശരിയാണോ പരിശോധിക്കുക, പറഞ്ഞു. തീർച്ചയായിട്ടും ഉത്തരം ശരിയാണ്. രണ്ടാമത്തെ റക്അത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ ഖമർ പാരായണം ചെയ്തത്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിലുള്ള ഉത്തരവും ശരിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ സമ്മാനത്തിലേക്കുള്ള അവസാന ചോദ്യം റെഡിയാണല്ലോ? ഓക്കെ ഓക്കെ, ഇൻഷാ അല്ലാഹ്. മൂന്നാമത്തെ ചോദ്യമാണ്. ആ ചോദ്യത്തോടു കൂടി നമുക്ക് സമ്മാനം കിട്ടുമോ ഇല്ലേ എന്ന് ഉറപ്പിക്കാം അല്ലേ? റെഡി? രാത്രി നമസ്കാരം ഖിയാമുൽ ലൈൽ അല്ലേ? രാത്രി നമസ്കാരം അത് ഒറ്റയിൽ അവസാനിപ്പിക്കുമ്പോൾ അതിന് അറബിയിൽ പറയുന്ന പേരെന്താണ്? ഉറപ്പിച്ച് പറഞ്ഞോളൂ. ശരിയാ? ആ, വിത്തർ എന്നാണ് ഉത്തരം. മറ്റൊരു ഉത്തരം ഇല്ലല്ലോ? ഉറപ്പാണോ? വിത്തർ എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ശരിയാണോ? അതെ അതെ, മാഷാ അല്ലാ മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്. വിത്തർ എന്നാണ് അല്ലേ? ഒറ്റയാക്കൽ എന്ന അറബി പദം തന്നെയാണ് ആ നമസ്കാരത്തിൻ്റെ പേര്. കറക്റ്റാണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. വലിയ സന്തോഷമായോ? അസ്ലഹ് ആൻഡ് ഫാമിലി ആരാ ഇത് ഉത്തരം പറഞ്ഞേ? അറിയായിരുന്നോ? താത്തയാണല്ലേ? അപ്പോൾ താത്തയും ഉമ്മയും അസ്ലഹും അടങ്ങുന്ന ആ ഒരു സംഘം, ആ ഒരു ഫാമിലി വിജയിച്ചിരിക്കുകയാണ്. ബാറക്കല്ലാഹു ഫീക്കും. ഇന്നത്തെ 4ാമത്തെ വിജയ. മാഷാ അല്ലാ. ഓക്കെ, എന്നാൽ വീണ്ടും വിളിക്കണം, വിജയിയാവണം കേട്ടോ. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാ, നേരത്തെ പറഞ്ഞ പോലെ 4ാമത്തെ വിജയിയാണ് ഈ ഒരു എപ്പിസോഡിലെ 4ാമത്തെ വിജയിയാണ്. ഒരുപാട്
ഒരുപാട് അറിവുകൾ നൽകിക്കൊണ്ടാണ് ഈ ഒരു പീസ് റേഡിയോ റമദാൻ ലൈഫ് ഹാബിറ്റിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാ അടുത്തൊരു കോളർ ഈ എപ്പിസോഡിലെ അവസാനത്തെ കോളറാണെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇൻഷാ അല്ലാ ഓക്കെ, അതിലേക്ക് പോകാം, പെട്ടെന്ന് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ആരാ? പീസ് റേഡിയോ. ഹലോ, ഹലോ, അസ്സലാമലൈക്കും. ശബ്ദമില്ലാതെ ഒന്ന് മാറിക്കോ, നല്ല നോയ്സ് ഉണ്ട്. അസ്സലാമലൈക്കും. വലൈക്കും സലാം. മറ്റു ശബ്ദങ്ങളില്ലാതെ ഒന്ന് മാറിയിരിക്കൂ, ശബ്ദമില്ലാത്തടത്ത് മാറിയിരിക്കൂ. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയി. എന്താ പേര് പറഞ്ഞേ? ജസാനൗറി. ജസാനൗറിന്ന് പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിവിഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എവിടുന്നാ വിളിക്കണത്? പാലക്കാട്. ഓക്കെ, പാലക്കാട് നിന്ന് വിളിക്കുന്ന. എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? ഇനി 8ാം ക്ലാസ്സിലേക്കാണ്. മാഷാ അല്ലാ. ഓക്കെ, അപ്പോൾ നമ്മള് ഇനി 7ാം ക്ലാസ്സിലേക്കാണ്. ഓക്കെ, നമുക്ക് സമയം വൈകിപ്പിക്കാതെ വേഗം ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാമെന്നാണ് മനസ്സിലാക്കുന്നത്. ചോദ്യം ചോദിക്കട്ടെ? റെഡിയാണല്ലോ? ഓക്കെ, ഒന്നാമത്തെ ചോദ്യം. ഇപ്പോൾ ഒന്നാമത്തെ ചോദ്യം, പ്രവാചകൻ പറഞ്ഞു സുജൂദ് വർദ്ധിപ്പിക്കണം. നേട്ടം എന്താണ് സുജൂദ് വർദ്ധിപ്പിച്ചാൽ? ചോദ്യം ക്ലിയർ ആയാ? ചോദ്യം വ്യക്തമാണോ? ഓക്കെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ സുജൂദിനെ വർദ്ധിപ്പിച്ച് എന്നെ സഹായിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഈ സുജൂദിനെ വർദ്ധിപ്പിച്ച് സഹായിച്ചാൽ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന പ്രതിഫലം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗ്ഗത്തിൽ സഹവസിക്കാം. മാഷാ അല്ലാ, ഉത്തരം ശരിയാണ്. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. ഇസ്തിഖാറത്തിന്റെ നമസ്കാരം കേട്ടോ? ഇസ്തിഖാറത്തിന്റെ നമസ്കാരം എത്ര റക്അത്താണ്? 2 റക്അത്ത് എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. മാഷാ അല്ലാ, ഉത്തരം ശരിയാണ്. മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നത്ത് നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞു. ആ സുന്നത്ത് നമസ്കാരം ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ, ദുനിയാവിലുള്ളതിനേക്കാൾ ഏറ്റവും ഉത്തമമാണ്. ഏതാണ് ആ സുന്നത്ത് നമസ്കാരം? മാഷാ അല്ലാ, മാഷാ അല്ലാ, അവസാനത്തെ കോളർ എല്ലാ നിലക്കും വിജയാണ്. പെട്ടെന്ന് ഉത്തരം പറഞ്ഞു. ബാറക്കല്ലാഹു ഫീക്കും. സന്തോഷായോ? ഏതായിരുന്നാലും 5ാമത്തെ വിജയിയാ. ഓക്കെ, അപ്പോൾ നമ്മുടെ കോളോടെ വൈൻഡപ്പ് ചെയ്യാണ്. സമയത്തിൻ്റെ പ്രയാസം നമുക്കുണ്ട്. എന്തായാലും വിളിച്ചതിന് ഒരുപാട് സന്തോഷം. സമ്മാനവുമായിക്കൊണ്ടാണ് പാലക്കാട്ടിലേക്ക് ജസാനൗറി ആൻഡ് ഫാമിലി പോകുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം. ഇനിയും വിളിക്കുക, സമ്മാനം നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാ, നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കാറായിരിക്കുകയാണ്. എന്തായാലും അടുത്തൊരു നാളത്തെ എപ്പിസോഡിന്റെ വിഷയം എന്താണെന്ന് നമ്മൾ ഇവിടെ അനൗൺസ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നാളത്തെ വിഷയം എന്താ വെച്ചാൽ ഉലുൽ അസ്മ, അതായത് 5 പ്രവാചകന്മാരാണ് ഈ ഉലുൽ അസ്മ. അപ്പോൾ അവരെ പറ്റിയുള്ള ചോദ്യങ്ങളേക്കാരം നാളത്തെ ഇതുണ്ടാവുക. 2:30 മുതൽ 3:30 വരെ. വിളിക്കേണ്ട നമ്പർ 9020840840. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാരും എല്ലാ ശ്രോതാക്കളും അടുത്തൊരു എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കണം എന്ന് ഉറപ്പെടുത്തുന്നു. നമ്മൾ ഈ എപ്പിസോഡോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. ജസാക്കുമുല്ലാഹ് ഖൈർ. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.